നമസ്കാരം. ഞാൻ ഡോക്ടർ മൻസൂർ അലി, കൺസൾട്ടൻറ്റ് ഓർത്തോപീഡിക് സർജൻ, ഹയാത്ത് മെഡിക്കെയർ ഹോസ്പിറ്റൽ, കുറ്റിപ്പുറം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെയധികം കേൾക്കുന്ന മുട്ട് തേയ്മാനം എന്നുള്ളൊരവസ്ഥയെ പറ്റിയാണ്. പല രീതിയിൽ ഇത് നമ്മുടെ നാട്ടിൽ പറയപ്പെടുന്നു. മുട്ടിൻ്റെ തേയ്മാനം, മുട്ടിൻ്റെ ബലക്കുറവ്, പല രീതിയിൽ. സത്യം പറഞ്ഞാൽ രണ്ടും രണ്ടാണ്. മുട്ടിൻ്റെ തേയ്മാനവും മുട്ടിൻ്റെ ബലക്കുറവും രണ്ടാണ്. മുട്ടിൻ്റെ ബലക്കുറവ് എന്ന് പറഞ്ഞാൽ ഓസ്റ്റിയോപോറോസിസ് അഥവാ എല്ലിൻ്റെ കാൽസ്യത്തിൻ്റെ അളവിലുള്ള കുറവാണ്. മുട്ടിൻ്റെ തേയ്മാനമാണ് അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഉദാഹരണത്തിന് ഇത് കാൽമുട്ടിൻ്റെ മെയിൻ ജോയിൻ്റ് എന്ന് പറയുന്നത് മുകളിലുള്ള വലിയ എല്ലും താഴെയുള്ള വലിയ എല്ലും തമ്മിലുള്ള ജോയിൻ്റാണ്. സാധാരണഗതിയിൽ രണ്ട് എല്ലിൻ്റെയും അറ്റങ്ങൾ വളരെയധികം മിനുസമുള്ളതാണ്. പരസ്പരം മൂവ് ചെയ്യുമ്പോൾ അത് വളരെയധികം മിനുസമുള്ളതായതുകൊണ്ട് അതിൽ ഫ്രിക്ഷൻ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ കാലക്രമേണ നമ്മുടെ പ്രായം മുന്നോട്ട് പോകുന്തോറും അല്ലെങ്കിൽ അതിനുള്ള വല്ല ഇഞ്ചുറിയൊക്കെ വരുമ്പോൾ ഈ സ്മൂത്ത്നെസ്, മിനുസം നഷ്ടമാവുകയും പരസ്പരം ഒരയാൻ തുടങ്ങുകയും ചെയ്യും. അപ്പോൾ ഒരയച്ചിലിനോടൊപ്പം തന്നെ ചിലപ്പോൾ എല്ലിന് ചെറിയ വളവ് കൂടി ഉണ്ടാകും, ജോയിൻറ്റിന് വളവ് കൂടി ഉണ്ടാകും. ഇതാണ് നമ്മുടെ മുട്ടിൻ്റെ തേയ്മാനം അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോഡ് പോലെ, നമ്മൾ റബ്ബറൈസ് ചെയ്ത റോഡ് കാലം ചെല്ലുന്തോറും പൊട്ടിപ്പൊളിഞ്ഞ് മോശമാവുന്നു, നമുക്ക് ആ റോഡിലൂടെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ പോലെയാണ്. റോഡിൻ്റെ കാര്യത്തിൽ നമ്മൾ കല്ലും മണ്ണിട്ടിട്ട് അടക്കും, ഏറ്റവും അവസാനം നമ്മൾ പുതിയ റോഡ് റബ്ബറൈസ് ചെയ്തുണ്ടാക്കും. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മുട്ട് മാറ്റി വെക്കുക പറഞ്ഞാൽ ഇതൊരു തരത്തിൽ റബ്ബറൈസ് ചെയ്യുക എന്ന് പറഞ്ഞ പോലെയാണ്. നമ്മുടെ ഈ കാണുന്ന വലിയ ബോണിൻ്റെയും ഏറ്റവും അറ്റത്തുള്ള ഭാഗം, അടിയുള്ള ബോണിൻ്റെയും അറ്റത്തുള്ള ഭാഗം, ആ പൊളിഞ്ഞു കിടക്കുന്ന ഭാഗങ്ങൾ നമ്മൾ സർജറിയിലൂടെ മാറ്റി പകരം അവിടെ മിനുസമുള്ള മെറ്റാലിക്കോ അല്ലെങ്കിൽ മെറ്റാലിക് അതുപോലുള്ള സാധനങ്ങൾ വെച്ച് നമ്മൾ അത് റീപ്ലേസ് ചെയ്യുന്നു. വളവുണ്ടായിട്ടുണ്ടെങ്കിൽ ആ വളവ് നിവർത്തുന്നു. റോഡ് ചെയ്യുന്ന പോലെ തന്നെ വളവ് നിവർത്തി പുതിയ റോഡ് ഉണ്ടാക്കുന്നു. ഈ പറഞ്ഞ പോലെയാണ് മുട്ട് മാറ്റി വെക്കുക എന്നുള്ളത്. മോഡറേറ്റ് റിസ്ക് ഉള്ള ഒരു സർജറിയാണ്. അനസ്തീഷ്യ കാലിൽ മാത്രം ധരിപ്പിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ആ കാല് മാത്രം ധരിപ്പിച്ചിട്ട് ചെയ്യുന്നൊരു സർജറിയാണ്. പക്ഷേ ഒരു വ്യത്യാസമുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ അനസ്തീഷ്യ നമ്മൾ ചിലപ്പോൾ ഒരു 2-3 ദിവസം കൂടി അനസ്തീഷ്യ മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പമ്പ് ഇതിനോട് അറ്റാച്ച് ചെയ്യും. കാരണം നമ്മൾ മുട്ടിൻ്റെ സർജറി അത്യാവശ്യം പെയിൻഫുള്ളാണ്. പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ അത്യാവശ്യം പെയിൻഫുള്ളായിട്ടുള്ളൊരു പ്രൊസീജിയറാണ് മുട്ട് മാറ്റിവെക്കൽ. അപ്പോൾ നമ്മൾ ആ ഒരു പെയിൻ റിലീഫിന് വേണ്ടിയിട്ട് അനസ്തീഷ്യ മരുന്നുകൾ നൽകാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പിഡുറൽ പമ്പ് വെച്ചിട്ട് അനസ്തീഷ്യയിൽ 1-2 ദിവസത്തേക്ക് ഇതുണ്ടാവും. 2 ദിവസം കൊണ്ട് മിക്കവാറും വേദനയെല്ലാം കുറഞ്ഞ് ആളുകൾക്ക് നമുക്ക് എണീറ്റ് നടക്കാനുള്ള ഒരു അവസ്ഥ തന്നെ എത്തും. 2ാമത്തെ ദിവസം തൊട്ട് തന്നെ നമ്മൾ ആളെ നടത്തിക്കാൻ തുടങ്ങും. നമ്മൾ പാർഷ്യൽ വെയ്റ്റ് ബെയറിങ്, നോൺ വെയ്റ്റ് ബെയറിങ്, അങ്ങനെ ഫിസിയോതെറാപ്പി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെ ഓരോ ദിവസം ചെല്ലുന്നതോറും രോഗി മുട്ടിനോട് പൊരുത്തപ്പെട്ട് ഏകദേശം 1 മാസം കൊണ്ട് പൂർണ്ണമായും വേദനരഹിതമായ മരുന്നുകളില്ലാത്ത ഒരു അവസ്ഥയിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓപ്പറേഷൻ്റെ ലക്ഷ്യം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ ആളുകളുടെ പ്രായം കൂടി വരികയാണ്. നമ്മുടെ ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത് 80 കഴിഞ്ഞ് വികസിത രാജ്യങ്ങളും കിടപിടിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായും മുട്ടിൻ്റെ തേയ്മാനം, ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഓപ്പറേഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് വളരെ കുറഞ്ഞ് ചെയ്തിരുന്നാൽ ഇപ്പോൾ ദിവസവും ഓരോ ഹോസ്പിറ്റലിലും 2-3 എണ്ണം ചെയ്യുന്ന രീതിയിലോട്ട്, ചില ഹോസ്പിറ്റലുകൾ അതിൽ കൂടുതൽ ചെയ്യുന്ന രീതിയിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്രയും കോമണായി. പോരാത്തതിന് റോബോട്ടിക് സർജറി, അങ്ങനെ നൂതനമായ സംവിധാനങ്ങൾ ഇതിൽ വന്നിരിക്കുകയാണ്. പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡ് വളരെയധികം എളുപ്പമുള്ളതായിക്കൊണ്ടിരിക്കുകയാണ്. രോഗി മൊത്തത്തിൽ നോർമലിലോട്ട് വരാനുള്ള ദിവസങ്ങളും എണ്ണവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ എന്ന് പറയുന്നത് ആദ്യം തന്നെ വേദനയായിരിക്കും ആദ്യത്തെ 2-3 ദിവസങ്ങളിൽ. അതിനുള്ള വേദനകളുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. 2ാമത്തെ ദിവസം തൊട്ട് ആളെ നടത്തിക്കുന്നു, ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ ഉള്ളത് ആളുടെ ആരോഗ്യം. മിക്കവാറും 60-70 കഴിഞ്ഞ ആളുകളിലാണ് ചെയ്യുന്നത് കൊണ്ട് ഷുഗർ, പ്രഷർ, തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ, കിഡ്നി സംബന്ധമായ മറ്റു പല അസുഖങ്ങളും ഉണ്ടാകും. അപ്പോൾ അതെല്ലാം നമ്മൾ കെയർ ചെയ്യുന്നു. അതിനൊക്കെയുള്ള മരുന്നുകൾ നമ്മൾ തുടരുന്നു. പിന്നെ ആഹാരം, ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി കൃത്യമായിട്ടുള്ള ഒരു ആഹാരക്രമം അവർക്ക് രൂപപ്പെടുത്തുന്നു. അവരുടെ ആരോഗ്യം നോർമലായിട്ട് പഴയതിലോട്ട് കൊണ്ടുവരുന്നു. എന്നതൊരു തരത്തിൽ പറഞ്ഞാൽ മുന്നേ ഉള്ളതിനാൽ കൂടുതൽ നല്ലൊരു തലത്തിലോട്ട് നമ്മൾ അവരുടെ ആരോഗ്യത്തെ കൊണ്ടുവരുന്നു. ഏകദേശം 1 മാസം കൊണ്ട് അവരെ നോർമലായി നടക്കാൻ നമ്മളെ സഹായിക്കുന്നു. തുടക്കത്തിൽ വടിയുടെ സഹായത്തോടു കൂടി നടക്കുന്നെങ്കിലും 1 മാസം 1.5 മാസം കഴിഞ്ഞാൽ നമുക്ക് ആൾ വടിയില്ലാത്തതിനെ നടന്നു തുടങ്ങാം. നോർമലായിട്ടുള്ള നിരപ്പില്ലാത്ത സ്ഥലത്ത് കൂടെയൊക്കെ നടക്കാനുള്ള ഒരു അവസ്ഥയിലോട്ട് രോഗി എത്തിച്ചേരും. സ്റ്റെപ്പുകൾ കയറാൻ ഇറങ്ങാനുണ്ടാവും. പിന്നെ മുസ്ലിം പേഷ്യൻസ് പലപ്പോഴും മുട്ടുമടക്കി നിസ്കരിക്കുക എന്നതായിരിക്കും പലപ്പോഴും പലരും പറയും. മുട്ടുമടക്കുന്നതിന് നമ്മൾ ഇത് ഉത്സാഹപ്പെടുത്താറില്ല, എന്നാലും നമ്മൾ പറയും അത് കൂടുതൽ
അതിനെ അനുകൂലിക്കാറില്ല. കാരണം ഏത് സാധനത്തിനും ഒരു എക്സ്പെക്റ്റൻസി, നമ്മുടെ ജീവിതത്തിന് ഒരു ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറഞ്ഞ പോലെ ഈ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കും ഒരു വെയർ ആൻഡ് ടയർ ഉണ്ട്. ആ വെയർ ആൻഡ് ടയർ കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് മടക്കണ്ട എന്നുള്ളൊരു അഡ്വൈസ് കൊടുക്കാറുണ്ട്. മടക്കി എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനൊന്നുമില്ല, പക്ഷേ ബുദ്ധിമുട്ടുണ്ട്, കോംപ്ലിക്കേഷൻസ് വരണ്ട എന്നുള്ള, നേരത്തെ വെയർ ആൻഡ് ടയർ വരണ്ട എന്നുള്ള ഒരു അവസ്ഥയിലാണ് നമ്മളത് മടക്കണ്ട എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ ശേഷം ഏകദേശം 1-2-3 മാസം രോഗികൾക്ക് നോർമലായിട്ട് തന്നെ വേദനാസംഹാരികളുടെയും മറ്റും സഹായമില്ലാതെ തന്നെ നോർമൽ ലൈഫ് മുന്നോട്ട് പോകുന്നതാണ്. പിന്നെ ഓസ്റ്റിയോപോറോസിസ് എന്നുള്ള അവസ്ഥയ്ക്ക് നമ്മൾ അതിനുള്ള സപ്പോർട്ടീവായിട്ടുള്ള കാൽസ്യം കൊടുക്കേണ്ടി വരും ചിലപ്പോൾ. അതേപോലെ കാൽസ്യം കൂടുതലുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയും നമ്മൾ മുറിവടങ്ങാൻ വേണ്ടിയൊക്കെയുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി അതിനുള്ളതും നമ്മൾ കൊടുക്കാറുണ്ട്.